നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലും ഓക്കെ, എന്ത് തന്നെ ആയാലും അവരെ ലൈഫിൽ ഇപ്പം അവരെന്താ ചെയ്യുന്നത്, നിങ്ങളോട് കോണ്ടാക്ട് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ നോക്കാം. ലെറ്റ്സ് സീ അവരുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത്. Ten of Cups, High Priestess, Lovers card, Five of Swords, Page of Pentacles, Four of Pentacles, Page of Cups, Ace of Wands, Five of Cups again, Five of Swords, Five of Cups, and Three of Pentacles, World card, Nine of Swords, ഓക്കെ. ഇപ്പം അവര് ഓക്കെ, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി, നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണോ റീഡിങ് എടുക്കുന്നത്, ആ റീഡിങ് എടുക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം നിങ്ങളുടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മാരീഡ് ആണ് എന്ന രീതിയിലായിരിക്കാം, രണ്ടും പറയാം. ഓക്കെ, ഞാൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ നോക്കിയതാണ് ലവേഴ്സ് കാർഡിന്. ഓക്കെ, ഈ ലവേഴ്സ് കാർഡിന്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ എടുത്തായിരുന്നു, പറയാം. ഓക്കെ, ഇവിടെ കാണുന്നത് ടെൻ ഓഫ് കപ്സ് അഗൈൻ. ഞാൻ പറഞ്ഞു അവര് ഇപ്പോൾ ഫാമിലി പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അവരൊരു ഫാമിലി പേഴ്സൺ ആണ്, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ അച്ഛനമ്മ എന്ന രീതിക്ക് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ എടുക്കാം, അച്ഛനമ്മ ഫാമിലി ഉണ്ട് കൂടെ എന്ന രീതിക്കൊക്കെ ആയിരിക്കാം. എന്തായാലും അവർ ആ ഫാമിലിയുടെ ഒരു തടസ്സമുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, ഇപ്പൊ അവരുടെ ലൈഫിൽ ഓക്കെ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് പറയാം. നിങ്ങൾ അറിയാത്തൊരു വിഷയമുണ്ട് ഇവരുടെ ജീവിതത്തിൽ. എനിക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയാമായിരിക്കും ചിലവർക്ക്, ഇല്ലെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ ഹിഡൻ ഉണ്ട് എന്ന് പറയാം, ചില സീക്രട്സ് ഉണ്ട് നിങ്ങൾ അറിയാത്തത്. ഓക്കെ, ആ പേഴ്സന്റെ മൈൻഡിൽ ഒരു ചോയ്സ് നടക്കുന്ന ഒരു ചോയ്സിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഫാമിലി പറയുന്ന കേൾക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണോ എന്നുള്ളതായിരിക്കാം. ഈ ലവേഴ്സ് എന്താണെന്നാണ് ഞാൻ നോക്കിയത്. ഇപ്പം ഇവിടെ ചാരിയറ്റ് ആൻഡ് ഹാങ്മാൻ ആണ് കാണുന്നത്. സോ അവർക്കൊരു മൂവ്മെന്റ് ഇപ്പോൾ പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് ലൈഫിൽ എന്ന് പറയുന്നില്ല, ലൈഫിലല്ല, ഐ തിങ്ക് ഇത് നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, അവർക്കൊരു ചോയ്സ് എടുക്കണം എന്നുണ്ട്. ആ ചോയ്സ് പക്ഷെ അവർക്ക് ഇപ്പോൾ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, അവർ സ്റ്റക്ക് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ടെൻഷൻ അവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഫൈവ് ഓഫ് സോർഡ്സ് ആണ്. ഒന്ന്, ചിലവർക്ക് ഇവിടെ നമ്മൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ്, ഇതൊരു കാക്ക ഇരുന്ന് ഇവരുടെ ചെവിയിലിരുന്ന് എന്തോ പറയുന്ന പോലെയാണ്. ഓക്കെ, സോ ഒരു കുശുമ്പോ കുന്നായ്മയോ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന പോലെയുണ്ട്. ഓക്കെ, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സപ്പോസ് മാരീഡ് ആണെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഫൈവ് സോർട്സ് പറയുമ്പോൾ കോൺഫ്ലിക്ട്സ് എന്നും ഉണ്ട്. ഓക്കെ, അവർക്കൊരു മൈൻഡ് ഇപ്പോൾ കോൺഫ്ലിക്റ്റഡ് ആണ് എന്ന് പറയാം. അവർക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്കാണ് ചിന്ത. ചാരിയറ്റ് കാർഡാണ്. ഇതിപ്പോൾ ഞാൻ ചോദിച്ചത് അവരുടെ ലൈഫിൻ്റെ ആണ്, ബട്ട് അവരുടെ മനസ്സിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, അവർ ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് അവർക്ക് പക്ഷെ അതിലിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേണം എന്നുണ്ട്, പക്ഷെ ചോയ്സ് അവർക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവരെന്തോ സിറ്റുവേഷനിൽ അവർ പെട്ട് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, അവർ ചില ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അവർക്ക് മേ ബി അവരുടെ ലൈഫിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ അവരൊരു ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ഉണ്ട് അവിടെ. സോ അതുകൊണ്ട് തന്നെ
അവർക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് അവർ നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊരു തോന്നല്. അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പണം കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, പണം കൊണ്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, നമ്മൾ ഇമോഷണലി ഒരു കാര്യത്തിൽ, അതായത് ഒരു ഫാമിലി, ഒരു കുടുംബം ഒക്കെ ആവുമ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഇമോഷണൽ ചില കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ, നമ്മുടെ ടൈം, എനർജി, നമ്മളുടെ അവരെ നോക്കാൻ, എല്ലാം കെയർ ചെയ്ത് കൊടുക്കാൻ, കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാം ചില ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലെ. അപ്പോൾ അതിൽ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഫാമിലി നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. അത് അവരെ അതിനിങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫാമിലി അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഇതിവിടെ ഒരു മണി പേഴ്സ് ആണ്, അതിനെ ഇങ്ങനെ നമ്മൾ കൈപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ്, അവനവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ്, അവരുടെ ഫീലിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത്, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ചിലത് നഷ്ടപ്പെടേണ്ടി വരും അവർക്ക്. ഓക്കെ, ചില കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലും മേ ബി ഓക്കെ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ അവരുടെ ഭാഗത്തെന്ന് പറയുമ്പോൾ അവർ ആ ഒരു ഫാമിലിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിലെന്ന് മാത്രമല്ല അവരുടെ ലൈഫിൽ അവർ ചില കാര്യങ്ങൾ അവർക്ക് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതിനെ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ, അത് അവർക്ക് നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടാലോ, അങ്ങനെയും പറയാം. ഓക്കെ, ഫാമിലി ഇപ്പോൾ നമ്മൾ പാരൻസിനെയൊക്കെ എതിർത്ത് നമ്മളൊരു മാരേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി വരും അല്ലേ, അങ്ങനെ ഒരു പേടി ഉണ്ടാവും. കുടുംബം, കുട്ടികൾ, അങ്ങനത്തെ വല്ലതൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, എന്നിട്ട് അതൊക്കെ നമുക്ക് നഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഓക്കെ, ബട്ട് ഫീലിങ്സ് നിങ്ങളോടുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. അവരെ ഹാർട്ട് ശരിക്കും പറഞ്ഞാൽ അവരെ മനസ്സ് നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഈ സവോൺസ് അവർക്കൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വയ്യ സത്യം പറഞ്ഞാൽ. ഇതൊരു 5 of Cups നമുക്ക് ലോസിന്റെ കാർഡാണ്. ഓക്കെ, അവരെവിടേക്കോ ആ നഷ്ടങ്ങളെ കുറിച്ചാണ് കൂടുതൽ അവരുടെ ചിന്ത. ഓക്കെ, നഷ്ടങ്ങളും പ്രശ്നങ്ങളും ആണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. അവര് ഇൻവെസ്റ്റ് ചെയ്ത് എന്താ പറയുക, അവരുടെ ഒരു ലൈഫ് തന്നെ കുറേ മാറ്റം വരുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നില്ല, ബട്ട് എന്നാലോ അവർ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു, ആക്ച്വലി ഇത് കപ്സ് ആണ്. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസം പറഞ്ഞില്ല. ഇത് 4 of Pentacles നമുക്ക് മണി ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ മണി എന്ന് പറയുന്നില്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെടുത്തോളൂ. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ പറയുന്നത് 5 of Cups ഇമോഷണൽ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇമോഷണലി നിങ്ങളോടാണ് അറ്റാച്ച്മെന്റ്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നില്ല, എന്നാലൊട്ട് പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതം, ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങൾ അതിനെ നഷ്ടപ്പെടുത്താനും അവർ ആഗ്രഹിക്കുന്നില്ല. രണ്ടും അവർക്ക് നഷ്ടപ്പെടാൻ വയ്യ എന്നാണ്. ആക്ച്വലി ഇവിടെ 3 of Pentacles ഉണ്ട്. 3 of Pentacles പറയുമ്പോൾ നമ്മൾ ഇതാണ് എന്താ പറയുക, നമ്മൾ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് ആക്ച്വലി ഇതെല്ലാം കൂടി ഒത്ത് എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ ചിന്ത സത്യം പറഞ്ഞാൽ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളായാലും ഫാമിലി ആയാലും അവർക്കെല്ലാം കൂടി ഒന്നിച്ച് എങ്ങനെയെങ്കിലും കൊളാബറേറ്റ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന രീതിക്കാണ് അവരുടെ മനസ്സിൽ ചിന്ത. എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പിക്ചർ റെപ്രസെൻറ്റേഷൻ നമുക്ക് വളരെ മാറ്ററാണ്. ഇവിടെ ഒരു ഇഴ നെയ്ത് എന്നൊക്കെ പറയാം, നെയ്ത് കൊണ്ടുവരും, അങ്ങനെ ഇഴകൾ ചേർത്ത് നെയ്യല്ലേ ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെ ഒരു സാധനമാണ് ഇവിടെ. സോ അങ്ങനെ ചെയ്ത് ഒരു എങ്ങനെയെങ്കിലും എല്ലാം തമ്മിൽ ഒന്ന് കൊളാബറേറ്റ് ചെയ്ത്, എല്ലാം തമ്മിൽ ഒന്നിച്ച് യോജിപ്പിച്ച് എങ്ങനെയെങ്കിലും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന രീതിയിലാണ് അവരുടെ മനസ്സിലെ ചിന്ത വരുന്നത്. എനിക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇത് നമ്മൾ കമ്മിറ്റ്മെന്റ് കാര്യമാണ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ശരിക്കും സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ആഗ്രഹമുണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി, പക്ഷെ ഒരു സ്റ്റാൻഡ് എടുക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അവർ സ്റ്റക്കാണ്. എനിക്ക് നോക്കട്ടെ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ. ഇതിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് നിങ്ങളെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അവർക്ക് നല്ലോണം സ്ട്രെസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അത് പറയാം. അവർ വളരെയധികം സ്ട്രെസ്സിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട്. ഐ തിങ്ക് അവരെ മനസ്സിൽ ഇത് കിടന്ന് അവർ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അവർ അതുപോലെ മറ്റുള്ളവർ ആരെങ്കിലും ഇപ്പം നിങ്ങളെ തമ്മിൽ അടുക്കുന്നതിനെ ആരെങ്കിലും ആരെങ്കിലും ഇടപെട്ട് നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും, അവരോട് എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കത് വല്ലാത്ത സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. Seven of Swords, 5 of Pentacles, 5 Wands. അവർ വല്ലാത്ത ഒരു വിഷമത്തിലാണ് ഇപ്പോൾ കേട്ടോ. യെസ്, അവർ ശരിക്കും വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ. വാവ്, ഓ മൈ ഗോഡ്, അവർ ശരിക്കും വിഷമിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പം അവർ ആക്ച്വലി അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവരുടെ ബന്ധത്തിൽ ഇപ്പം എന്തിലാണോ അവരുള്ളത്, അതായത് ഫാമിലിയിലായാലും
ഫാമിലി മീൻസ് അച്ഛനമ്മ അങ്ങനെ ആയാലും അല്ല വേറെ മാരീഡ് ആയാലും ശരി, അവരതിൽ എന്തിലാണോ അവർ സ്റ്റക്കായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ലൈഫിന്റെ ചില സിറ്റുവേഷൻസ് എന്ന് എടുത്തോളൂ. ഓക്കെ, എന്താണോ നിങ്ങളുടെ ഇടയിലെ തടസ്സം അതെടുത്തോളൂ, അതിൽ അവർ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ഇപ്പോൾ വല്ലാത്ത ഒരു സ്ട്രെസ് ഒരു ഇത് അനുഭവിക്കുന്നുണ്ട്. അതായത് അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് മറയ്ക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് തുറന്നു പറയുന്നില്ല. 5 വന്നിട്ടുണ്ട് ഇവിടെ. 4 5 ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ചിന്റെ നമ്പർ എന്ന് പറയാം. ഓക്കെ, അവരൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. 4ഉം 2 ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ട് എന്നും പറയാം. 7 ഓഫ് സോൾസ് ആണ്. 7 ഓഫ് സോൾസ് നമ്മൾ ഹിഡൻ ചില കാര്യങ്ങൾ എന്ന രീതിക്ക്, നേരത്തെയും ഹൈറോഫൻറ്റും ഉണ്ട്, ഹൈ പ്രിസ്റ്റസും ഉണ്ടായിരുന്നു, ഇവിടെ 7 ഓഫ് സോൾസും ഉണ്ട്. ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ട്. അതായത് ഐ തിങ്ക് അവർ ചിലവർക്ക് ഫൈനാൻഷ്യൽ ലോസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവർ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ കുറച്ച് പണം നഷ്ടം വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മേ ബി പണത്തിന്റെ പല ലോസുകളായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ചിലവർക്ക് വന്നിട്ടുണ്ട്. ചിലവർക്ക് 5 ഓഫ് വൺസ് കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. ശരിക്കും അവർ എന്തൊക്കെയോ കാര്യത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓക്കെ, അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടെ ലൈഫിലെ ചില പ്രശ്നങ്ങളെ തന്നെ അവർ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് 4 ഓഫ് സോൾസ് ശരിക്കും അവർക്കൊരു എല്ലാം ഒന്ന് വിട്ടുമാറി, എല്ലാം ഒന്ന് വിട്ട് കളഞ്ഞ് മാറിയിരിക്കണം എന്ന രീതിക്കാണ് അവരുടെ ചിന്ത. ഓക്കെ, ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കണം എന്ന് പറഞ്ഞ പോലെ. കാരണം അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടെൻഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. മറ്റുള്ളവർ അവരെ എന്തെങ്കിലും നെഗറ്റീവ് അവരുടെ വീട്ടിലോ ഫാമിലിയിലോ അല്ലെങ്കിൽ പുറത്തോ എന്തെങ്കിലും ജോലി സ്ഥലത്തോ ഒക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് അനുഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. ആൻഡ് ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ പണം ലോസ് അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ചില ഇഷ്യൂസ് നടക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. മൂൺ കാർഡും 3 ഓഫ് സോൾസും ആണ്. ചിലവർക്ക് റിലേഷൻഷിപ്പിൽ, ഓക്കെ, ചിലവർക്ക് റിലേഷൻഷിപ്സിൽ അവർക്ക് ഹാർട്ട് ബ്രേക്ക്. അതായത് ഇപ്പോൾ ഫാമിലി അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഫാമിലി അവർ മേ ബി ഈ ഒരു ഫൈനാൻഷ്യൽ ലോസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലിയിലൊക്കെ ഒരു വില പോകുന്ന പോലെ തോന്നുന്നുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ചിലത് എന്തെങ്കിലും പറ്റുക, എന്തെങ്കിലും അവരുടെ മുമ്പിൽ വില പോവുക, കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക ആരെങ്കിലും ഒക്കെ ആയിട്ട്, വീട്ടിലായാലും ഫാമിലിയിലും പുറത്തും ഒക്കെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇവിടെ ഇമോഷണൽ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമോഷണൽ ഒരു ടൈമിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായിരിക്കും അവർ സ്റ്റക്ക് എന്ന് പറഞ്ഞത്. കാരണം സ്റ്റക്ക് ആണെന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയ ഒരു സമയമല്ല. കാരണം അവരുടെ ലൈഫിൽ വേറെയും പലതും നടക്കുന്നുണ്ട്. മേ ബി നിങ്ങളോട് അവർ തുറന്നു പറയുന്നില്ല. ഓക്കെ, 7 ഓഫ് സോൾസ് പറയുമ്പോൾ മറച്ചു വെക്കുന്ന കാര്യമാണ്, ഹിഡൻ കാര്യങ്ങളാണ്. ബട്ട് ഇവിടെ ഹിഡൻ എനിക്ക് വേറെ ഒരു അഫെയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല തോന്നുന്നത്. തേർഡ് പാർട്ടി യെസ് മേ ബി ഫാമിലി ഉണ്ടാവാം. ഓക്കെ, അതല്ലാതെ അവർ വേറെ മറക്കുന്നത് ഐ തിങ്ക് അവരുടെ ടെൻഷൻസ് കാര്യങ്ങൾ, അവരുടെ ടെൻഷൻ, സ്ട്രെസ്, അവരുടെ വിഷമങ്ങൾ. ഓക്കെ, അവർ ഹാർട്ട് ബ്രേക്കിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. ഓക്കെ, അവർ ഒരുപാട് മനസ്സ് ശരിക്കും തകർന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിന്റെ സിറ്റുവേഷൻസ് ആയിരിക്കും. എൻ്റെ ഇവിടെ വർക്ക് കാണുന്നുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിൾസ് വർക്കാണ്. സോ മേ ബി അവർ മണിയുടെ കാര്യത്തിൽ തന്നെ ആയിരിക്കാം, പണത്തിന്റെ കാര്യത്തിൽ അവർക്ക് ചിലപ്പോൾ ഒരുപാട് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് അവർക്ക് ചിലപ്പോൾ മണി ലോസ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഏർണിംഗ് വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യമുണ്ട്, എന്നാലോട്ട് ജീവിതം മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതിനുള്ളത് മേ ബി കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ചില ടെൻഷൻസ് ഇവിടെ കാണുന്നത്. 5 ഓഫ് പെൻറ്റിക്കിൾസ് ലോസ് ആണ്, മണി ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ പുറത്തായ പോലെ എന്ന് പറയും. ഓക്കെ, മേ ബി ചിലവർക്ക് വല്ല ജോലി നഷ്ടപ്പെടുക, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലവർക്ക് ബിസിനസ്സിൽ ലോസ് വന്നിട്ടുണ്ടാവാം, മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടാവും. ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത് ഇവിടെ. അവർ സൈലന്റ് ആയിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് ഇതൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകുന്നുണ്ടാവും, ബട്ട് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല. അപ്പം നിങ്ങൾക്കും അറിയുന്നില്ല എന്താ അവിടെ സത്യാവസ്ഥ. ഓക്കെ, ചിലവർക്ക് ഏസ് ഓഫ് സോർട്സ് ഉണ്ട് ഇവിടെ. ഏസ് ഓഫ് സോർട്സ് പറയുമ്പോൾ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ്. അവർക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, മേ ബി ഇനി മുന്നോട്ട് നമുക്ക് കാര്യങ്ങൾ ശരിയാവും, നമുക്ക് ഒന്ന് ഹോപ്പ് ചെയ്യാം. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ അവസ്ഥ എന്ന് പറയുന്നത് അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ്. ഇമോഷണൽ സ്റ്റേജിലാണ് അവരിപ്പോൾ. ചിലവർ ഡിപ്രഷൻ സ്റ്റേജ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇതൊരു ഡിപ്രഷൻ്റെ ഒരു ഇതാണ് നമ്മൾ പറയാം. ഹെൽത്ത് വൈസ് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ടാവും അവർ. ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടാവാം, ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്ട്സ്. ഓക്കെ, ഈ ഒരു ഹാർട്ട് ബ്രേക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പൂർണ്ണമായിട്ടൊരു തകർച്ചയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ പണത്തിന്റെ കാര്യങ്ങൾ, കരിയർ, ജോലി നഷ്ടപ്പെടൽ, അങ്ങനത്തെ വല്ലതും, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാര്യത്തിൽ ഇഷ്യൂസ് എന്തൊക്കെയോ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഇപ്പം സാധിക്കാത്തത്. നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന രീതിക്ക് തന്നെയാണ്. ഏസ് ഓഫ് ഫോൺസ് ആയിരുന്നു ആൻഡ് ഏസ് ഓഫ് സോർട്സ് നമ്മൾ കണ്ടു. അവർക്ക് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ ഇപ്പം അത് സാധിക്കുന്ന ഒരു സമയമല്ല. അതാണ് ഞാൻ സ്റ്റക്ക് എന്ന് പറഞ്ഞത്. അവർക്ക് ഇപ്പോൾ അതിനൊന്നിനും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് അവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. ഓക്കെ, ആൻഡ് ലൈഫിൽ അവർ സ്റ്റക്ക് മേ ബി ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് അവർക്ക് പലതും അവർ സിറ്റുവേഷൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്.
എനിക്ക് നല്ല ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു വിഷമത്തിന്റെ ഒരു ഫീലിംഗ് ഇവിടുന്ന് വരുന്നുണ്ട്. ഇമോഷണലാണ് അവർ. ശരിക്കും ഇത് കണ്ടു, മുങ്ങി മുങ്ങി താണു പോകുന്ന പോലെയാണ്, എന്തിലൊക്കെയോ പെട്ടുപെട്ട് മുങ്ങി താണു പോണ പോലെയുണ്ട്. ഓക്കെ, ഒരു കർമ്മയുടെ സമയമായിരിക്കാം, അവർക്ക് പറയാൻ പറ്റില്ല. അവർ ചെയ്തതിൻ്റെ എന്തെങ്കിലും കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ പറയാം അതായിരിക്കാം. ഓക്കെ, പല സമയങ്ങളായിരിക്കാം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, സിറ്റുവേഷൻസ് ആൻഡ് ഹാർട്ട് ബ്രേക്ക് എന്ന രീതിയിലും ഡിപ്രഷൻ ഫേസ് ഒക്കെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരു ഭാഗത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ്. ബട്ട് ഇപ്പോൾ അവർക്ക് അതിന് പറ്റിയൊരു സമയമല്ല. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, എനിക്കതിൻ്റെ ജസ്റ്റ് ഒരു എന്തെങ്കിലും 1-2 കാർഡ് കൂടി കിട്ടുമോ നോക്കട്ടെ. ജസ്റ്റ് എന്താണ് എനിക്ക് തോന്നുന്നത് ഇവര് ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് മാരീഡ് ആയിരിക്കാം. ഓക്കെ, ചിലവർ മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഫാമിലി ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് എന്ന രീതിക്കൊക്കെ പറയാം. ആക്ച്വലി മാരീഡ് കപ്പിളാണ് കൂടുതൽ ഇവിടെ. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് വൈഫ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഇടയിൽ മേ ബി ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതായിരിക്കും. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നത്, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാം. ചിലവർക്ക് ഇവിടെ അവർ വേറെ മാരീഡ് ആണെങ്കിൽ ചിലവർക്ക് ഈവൻ ഒരു പ്രഗ്നൻസി പോസിബിൾ ഉണ്ട്. അതായത് അവര് വൈഫ് എന്തെങ്കിലും എടുക്കണമല്ലോ. ഓക്കെ, വൈഫ് പ്രഗ്നൻസി ആ രീതിക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, അവരെല്ലാം കൂടി ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇപ്പം നിൽക്കുന്നതാണ് കാണുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ കോൺഫ്ലിക്ട്സ്, ഫാമിലിയിൽ പ്രശ്നങ്ങൾ, അത് അവരെ വല്ലാതെ ഹേർട്ട് ഇതാക്കുന്നുണ്ട്. ഓക്കെ, 2 of Swords ആണ് ഇവിടെ. സോ അവിടെയും കൺഫ്യൂഷനാണ് കാണുന്നത്. അവർക്ക് അതിൽ നിൽക്കാനും വയ്യ, എന്നാലോട്ട് വിട്ടുപോകാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ലൈഫിലും അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും വളരെ ഒരു സാഡ് സ്റ്റേറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. കൺഫ്യൂസ്ഡ്, സാഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാൻ ഞാൻ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ സമയത്ത്? പ്രൊട്ടക്റ്റിംഗ് ദ ഫ്യൂച്ചർ. ഓക്കെ, റാഡിക്കൽ അക്സെപ്റ്റൻസ്, റിപ്പയറിംഗ് ദ വേ, ഫോർഗിവ്നെസ്, resourcefulness, treasures hidden in the shadows, transpersonal, and time to replenish. Cosmic womb, the divine feminine. Okay, actually divine feminine and adaptability ഉണ്ട് ഇവിടെ. നിങ്ങളോട് പറയുന്നത് നിങ്ങളിലെ ഡിവൈൻ ഫെമിനൈനെ നിങ്ങൾ റേസ് ചെയ്യണമെന്നാണ്. ഇതിപ്പോൾ ജെൻസ് കാണുന്നവരായാലും ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിലെ ഒരു മാസ്കുലൈൻ എന്നെടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ലൈക്ക് പ്യുവർ ഫോമിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, നിങ്ങളുടെ മാസ്കുലൈൻ എനർജി നിങ്ങൾ എംബ്രേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെമിനൈൻ എനർജി നിങ്ങൾ എംബ്രേസ് ചെയ്യുക. ഓക്കെ, നമ്മളൊരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, ഞാനിത് പറയേണ്ട, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അവരെൻ്റെ കൂടെ വേണം, എൻ്റെ അടുത്ത് വേണം, എന്നാൽ മാത്രമേ അത് സ്നേഹമാവൂ എന്നെടുക്കരുത് നിങ്ങൾ. ഓക്കെ, ദൂരെ നിന്നിട്ടായാലും നിങ്ങളൊരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ, അവർ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ, ആ വ്യക്തിയുടെ ലൈഫിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണം. ഓക്കെ, അവരെൻ്റെ കൂടെ ഉണ്ടോ, എന്നോട് സംസാരിച്ചോ ഇല്ലേ, ഇതൊന്നുമല്ല മാറ്റർ. ഓക്കെ, അവരോട് ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെന്താണ് എന്നുള്ള നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കണം ഫസ്റ്റ് തന്നെ. ഓക്കെ, പ്രൊട്ടക്റ്റിംഗ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് നിങ്ങൾ അവനവനെ ശ്രദ്ധിക്കുക, അവനവനെ കെയർ ചെയ്യുക, അവനവൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അവനവനെ ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കൊന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റണം അല്ലേ? നിങ്ങളുടെ സ്ട്രോങ് എന്താണ്? നല്ലൊരു ജോലി, കരിയർ, ലേഡീസ് ആണെങ്കിൽ ഓക്കെ, ജോലി കരിയറൊക്കെ ഉണ്ടാക്കുക. നിങ്ങളുടെ ഒരു സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏർണിംഗ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ഓക്കെ, അങ്ങനെ ഒരു നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. ഓക്കെ, ആൻഡ് ജെൻസ് ആയാലും ശരി, നിങ്ങളും അതേ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ ഫുൾ എഫേർട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആക്കാം എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരിക. സെൽഫ് ലവ് നിങ്ങൾക്കും എല്ലാവർക്കും അത്യാവശ്യം, ലേഡീസിന് മാത്രമല്ല ജെൻസിനായാലും നിങ്ങൾ സെൽഫ് ലവ് വേണം. ഓക്കെ, ഒരാളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ട് മാത്രം ഇരിക്കരുത്, അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഓക്കെ, ബിലവേർഡ്, റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു വ്യക്തിയെ സ്നേഹം ഉണ്ടെങ്കിൽ ഓക്കെ, അത് അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഓക്കെ, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. അവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അവർ കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ആലോചിക്കരുത്. നിങ്ങൾ അവരെ അൺകണ്ടീഷണലി നിങ്ങൾ സ്നേഹിക്കുക. അതായത് അവർ നിങ്ങൾക്കൊന്നും തിരിച്ച് തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ
ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ് എങ്ങനെയാണ് വരിക, ആ ഹാപ്പിനെസ് വരണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. ഓക്കെ, എല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങൾ ആ വ്യക്തിയെ അൺകണ്ടീഷണലി അക്സെപ്റ്റും ചെയ്യുക. ദാറ്റ് അവർ ഓക്കെ, അവർ ചില സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൽ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് എങ്ങനെയാണോ ആ പേഴ്സൺ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്വഭാവങ്ങൾ, അതൊക്കെ നിങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, മാറ്റാൻ ശ്രമിക്കരുത്. നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളുടെ അടുത്തേക്ക് വരിക, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, റിപ്പയറിങ് ദ വെയിൽ, ഫൊർഗിവ്നെസ്. ഓക്കെ, ഇവിടെ ഫൊർഗിവ് ചെയ്യാൻ പറയുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫൊർഗിവ്നെസ് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഹോണ്ട് ക്യാക്ടസ് എന്ന് പറയുന്നുണ്ട്, റിസോഴ്സ്ഫുൾ. ഇതിവിടെ നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മേലെ തന്നെ മുള്ള് വരുന്ന പോലെയാണ് എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. അതായത് നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആവേണ്ടതുണ്ട്. ഓക്കെ, റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ ടൂൾസും ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ട്രഷേഴ്സ് ഹിഡൻ ഇൻ ദ ഷാഡോസ് വിൽ ഓഫ് ദ വിസ്പ്. ആക്ച്വലി യെസ്, ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിലും ചില സന്തോഷങ്ങളുടെ മൊമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളെല്ലാം നെഗറ്റീവ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവേ കാണാനുണ്ടാവും. അതിൻ്റെ ഇടയിലുള്ള ചെറിയ സന്തോഷങ്ങളുടെ മൊമെന്റ്സ്, സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വഴികളുണ്ട്. ഓക്കെ, ആ പേഴ്സൻ്റെ സ്നേഹം ചിലപ്പോൾ അവരെല്ലാം പ്രകടിപ്പിക്കണം, ഒരുപാട് വന്ന് വലിയ കൊട്ടിഘോഷിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ചെറിയ ചെറിയ ആക്ഷൻസ് പോലും നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും സ്നേഹം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ചില ട്രഷർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറിയ ചെറിയ മുത്തുകൾ നിങ്ങൾക്ക് വീണ് കിട്ടും, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. ആൻഡ് ട്രാൻസ്പേഴ്സണൽ വാച്ചസ്, ഇത് എനിക്ക് നേരത്തെ നമ്മളെടുത്ത് ഹൈ പ്രീസ്റ്റസ് പറഞ്ഞിരുന്നു. നമ്മൾ ആരെങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം എന്ന് പറയാം, തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും, ചിലപ്പോൾ ഇതൊരു ഡെവിൾ എനർജി കൂടിയാണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറ്. ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ ഒരു ആരെങ്കിലും നിങ്ങളെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്ന രീതിക്കും പറയാം. ഓക്കെ, ചിലർക്ക് ബ്ലാക്ക് മാജിക് ഒക്കെ ആയിരിക്കാം കേട്ടോ, സൂക്ഷിച്ചോളൂ. ഓക്കെ, എം ടി വെൽ ടൈം ടു റിപ്ലനിഷ്. നിങ്ങൾ അവനവനെ സ്നേഹിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്, സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് അവനവനെ സ്നേഹിക്കാൻ നിങ്ങൾ മറന്നുപോയി. ഓക്കെ, ഇവിടെ നിങ്ങൾ സെൽഫ് ലവിൻ്റെ ഒരു ആവശ്യമുണ്ട്. അവനവനെ സ്നേഹിച്ച് തുടങ്ങുക, എന്നാലേ നിങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താവും, ഇങ്ങോട്ട് കിട്ടണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, സെൽഫ് ലവ് ആദ്യം ചെയ്യാം. ഓക്കെ, സോ നമ്പേഴ്സ് പറയാം ഇവിടെ 12, 2, 45, 29, 62, 60, 16. ഓക്കെ, 666 ഉണ്ട് ഇവിടെ, ലവിൻ്റെ നമ്പറാണ്. ഞാൻ ഇവിടെയും 6 ഉണ്ടായിരുന്നു. യെസ്, സോ ഒരു ലവിൻ്റെ നമ്പറാണ് 6, വീനസിൻ്റെ നമ്പറാണ്, ലവ് ആണ്. ഓക്കെ, സോ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബെറ്റർ ആവും എന്ന രീതിക്ക് തന്നെയാണ്. ബട്ട് അതുവരെ നിങ്ങളിങ്ങനെ അതിൻ്റെ പിന്നാലെ ചിന്തിച്ച് നിങ്ങൾ വെറുതെ തലപോയിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, 12 വരുമ്പോൾ 3 ആവാം, 9 ആവാം, 11 അല്ലെങ്കിൽ 2 ആവാം, 8 ആവാം, ആൻഡ് 6 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, 6. ഓക്കെ, സോ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതൊക്കെ റെസനേറ്റ് ആവാം. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ സിറ്റുവേഷൻസ് എന്ത് നടക്കുന്നുണ്ടെങ്കിലും ശരി, അതിനെക്കുറിച്ച് നമ്മൾ ഐ തിങ്ക് എല്ലാ റീഡിങ്ങിലും ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആള് എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയലല്ല. ഓക്കെ, നിങ്ങൾ ഓക്കെ ആള് ശരിയാക്കിയിട്ട് വരട്ടെ, അതുവരെ ഞാൻ എൻ്റെ കാര്യം നോക്കാം എന്ന് നിങ്ങൾ പറയൂ. ഓക്കെ, അങ്ങനെ മനസ്സിൽ തീരുമാനിക്കൂ, മാറ്റിയെടുക്കൂ ലൈഫിന്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.